ഇൻഫോ പാർക്കിനടുത്ത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ ഒരു വില്ല പ്രൊജക്റ്റിൽ 55 ലക്ഷം രൂപയ്ക്ക് ഒരു 3 ബെഡ്റൂം വീട്. ഇന്ന് നമ്മൾ ആ വീടാണ് കാണുന്നത്. നാല് മീറ്റർ ഇന്റേണൽ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ വില്ല പ്രൊജക്റ്റ് വരുന്നത്. റോഡിന് ഇരുവശത്തുമായി 8ഓളം വില്ലകളാണ് ഉള്ളത്. 4.2 മീറ്ററാണ് ഇവിടെ ഗേറ്റിന്റെ ഓപ്പണിംഗ് സ്പേസ് വരുന്നത്. ഒരു ഭാഗത്ത് സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഭാഗത്ത് ഫോൾഡിംഗ് ഗേറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഗേറ്റിനോടും വീടിന്റെ എലിവേഷനോടും നീതി പുലർത്തുന്ന രീതിയിലാണ് ഇവിടെ മതിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് കടപ്പാക്കല്ലുകൾ പാകിയ ഒരു മുറ്റത്തേക്കാണ്. ഇനി ഇവിടെ കടപ്പാക്കല്ലുകൾ പോളിഷ് ചെയ്യാനും ആർട്ടിഫിഷ്യൽ ഗ്രാസ് വിരിക്കാനുമുണ്ട്. ഇവിടെയായിട്ടാണ് കവേർഡ് കാർ പാർക്കിംഗ് വരുന്നത്. ഏകദേശം 14 അടി നീളവും 10 അടി വീതിയുമാണ് ഈ കവേർഡ് കാർ പാർക്കിങ്ങിനുള്ളത്. നമ്മളിപ്പോൾ വീടിന്റെ കിഴക്ക് ഭാഗത്താണുള്ളത്. ഏകദേശം 6.5 അടിയാണ് ഇവിടെ വീതി നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് കിണർ നൽകിയിരിക്കുന്നത്. നമ്മളിപ്പോൾ വീടിന്റെ തെക്ക് ഭാഗത്താണുള്ളത്. ഏകദേശം 3 അടിയാണ് ഇവിടുത്തെ സെറ്റ് ബാക്ക്. ഇവിടെ എല്ലാം മെറ്റൽ ചിപ്സ് ആണ് വിരിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ വീടിന്റെ പടിഞ്ഞാറ് ഭാഗത്താണുള്ളത്. ഏകദേശം 3 അടിയോളമാണ് ഇവിടുത്തെ സെറ്റ് ബാക്ക് വരുന്നത്. ഇവിടെയും മെറ്റൽ ചിപ്സ് ആണ് വിരിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ വീടിന്റെ വടക്ക് ഭാഗത്താണുള്ളത്. ഇവിടെയായിട്ടാണ് വർക്ക് ഏരിയ വരുന്നത്. ഏകദേശം 3 അടിയോളമാണ് ഇവിടെയും സെറ്റ് ബാക്ക് നൽകിയിരിക്കുന്നത്. നമ്മളിപ്പോൾ വീടിന്റെ സിറ്റ് ഔട്ടിലാണുള്ളത്. ഏകദേശം 8.5 അടിയിലേറെ നീളവും 4 അടി വീതിയുമാണ് ഈ സിറ്റ് ഔട്ടിനുള്ളത്. സിറ്റ് ഔട്ടിന്റെ ഫ്ലോറിംഗ് ഗ്രാനൈറ്റും ടൈലും ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. കിഴക്ക് ദർശനമായിട്ടുള്ള ഈ വീടിന്റെ മെയിൻ ഡോറും കിഴക്ക് ദർശനമായിട്ട് തന്നെയാണ് നൽകിയിരിക്കുന്നത്. സിംഗിൾ ഡോർ ആയിട്ടാണ് ഈ പ്രധാന വാതിൽ ഇവിടെ പണി കഴിപ്പിച്ചിരിക്കുന്നത്. മഹാഗണിയിലാണ് ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ഈ വീടിന്റെ ലിവിംഗ് സ്പേസിലാണുള്ളത്. ഏകദേശം 14 അടിയോളം നീളവും 9 അടിയോളം വീതിയുമാണ് ഈ ലിവിംഗ് സ്പേസിനുള്ളത്. ഇവിടെയായിട്ടാണ് TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. TV യൂണിറ്റിന്റെ ഈ ഭാഗത്തായിട്ട് ഡെക്കർ ഐറ്റം സ്പേസ് ചെയ്യാനുള്ള പ്രൊവിഷനും ഇവിടെയും താഴെയുമായിട്ട് ക്ലോസ്ഡ് കബോർഡ്സും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പോകുന്നത് ഡൈനിങ് സ്പേസിലേക്കാണ്. ഈ ഡൈനിങ് സ്പേസിന്റെ എൻട്രൻസ് ഭാഗത്തും മൾട്ടിവുഡിൽ ചെയ്ത ഒരു വർക്ക് കാണാം. ഇവിടെയായിട്ടും ഡെക്കർ ഐറ്റം സ്പേസ് ചെയ്യാനുള്ള പ്രൊവിഷൻ നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഡൈനിങ് റൂമിലേക്ക് വന്നാൽ ഏകദേശം 12 അടിയോളം നീളവും 10 അടി വീതിയുമുള്ള ഒരു ഡൈനിങ് സ്പേസ് ആണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഇവിടെയായിട്ടാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. സെറയുടെ ഫിറ്റിംഗ്സ് ആണ് നൽകിയിരിക്കുന്നത്. ഇനി നമ്മൾ കിച്ചണിലേക്കാണ് വരുന്നത്. കിച്ചൻ്റെ എൻട്രൻസ് ഭാഗത്തായിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും ഇവിടെയായിട്ട് ഒരു ക്രോക്കറി ഷെൽഫും നൽകിയിട്ടുണ്ട്. ഈ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൻ്റെ ബാക്ക് സൈഡിലും ഒരു ഷെൽഫ് നൽകിയിട്ടുണ്ട്. ഏകദേശം 10 അടി നീളവും 7.8 അടി വീതിയുമുള്ള ഒരു കിച്ചണാണ്. നോർത്ത് ഈസ്റ്റ് മൂലയിലായിട്ടാണ് ഈ കിച്ചൺ വരുന്നത്. ഈസ്റ്റിലേക്കാണ് സ്റ്റൗവിനുള്ള പ്രൊവിഷനും നൽകിയിരിക്കുന്നത്. ഏകദേശം 10 അടി നീളവും 3 അടി വീതിയുമുള്ള ഒരു വർക്ക് ഏരിയ പ്രൊവിഷൻ നമുക്ക് ഇവിടെയായിട്ട് ലഭിക്കുന്നതാണ്. നമ്മളിനി ഈ വീടിന്റെ ബെഡ്റൂമിലേക്കാണ് വരുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ബെഡ്റൂം വരുന്നത്. ഏകദേശം 14 അടി നീളവും 9.7 അടി വീതിയുമാണ് ഈ ബെഡ്റൂമിനുള്ളത്. ഇവിടെയായിട്ട് മൾട്ടിവുഡിൽ ചെയ്ത ഒരു വാൾഡ്രോബും കാണാം. നമ്മളിനി ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂമിലേക്കാണ് വരുന്നത്. എല്ലാം തന്നെ സെറയുടെ ഫിറ്റിംഗ്സ് ആണ് നൽകിയിരിക്കുന്നത്. സ്റ്റെയറിന്റെ താഴ്ഭാഗം ഇവിടെ ക്ലോസ് ചെയ്ത് ഇൻവെർട്ടറിനുള്ള പ്രൊവിഷൻ നൽകിയിരിക്കുന്നു. ഇനി മുകളിലത്തെ നിലയിലേക്ക് പോകാം. സ്റ്റെപ്പുകളെല്ലാം ടൈലിലാണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ SS-ലാണ് ചെയ്തിരിക്കുന്നത്.
സ്റ്റെയർ കയറി നമ്മൾ വരുന്നത് അപ്പർ ലിവിങ്ങിലേക്കാണ്. ഏകദേശം 10 അടിയിലേറെ നീളവും 10 അടി വീതിയുമാണ് ഈ ലിവിംഗ് സ്പേസിന് ഉള്ളത്. ഇനി നമ്മൾ ഈ വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് വരുന്നത്. ഇതും സൗത്ത് വെസ്റ്റ് കോർണറിൽ തന്നെയാണ് വരുന്നത്. ഏകദേശം 14 അടിയിലേറെ നീളവും 9 അടിയിലേറെ വീതിയുമാണ് ഈ ബെഡ്റൂമിനുമുള്ളത്. ഇവിടെയായിട്ട് മൾട്ടിവുഡിൽ ചെയ്ത ഒരു വാൾഡ്രോബും കാണാം. ഇതാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം. ഇവിടെയും സെറയുടെ ഫിറ്റിംഗ്സ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. നമ്മൾ ഈ വീടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് വരുന്നത്. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ബെഡ്റൂം വരുന്നത്. ഏകദേശം 14 അടിയിലേറെ നീളവും 9 അടിയിലേറെ വീതിയുമാണ് ഈ ബെഡ്റൂമിനുള്ളത്. ബെഡ്റൂമിൻ്റെ ഈ ഭാഗത്തായിട്ട് ഒരു ഡ്രസ്സിംഗ് ടേബിളിനുള്ള പ്രൊവിഷനും നൽകിയിട്ടുണ്ട്. ഇതാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം. ഇവിടെയും സെറയുടെ ഫിറ്റിംഗ്സ് ആണ് നൽകിയിരിക്കുന്നത്. ഈ ബെഡ്റൂമിൽ നിന്ന് നമ്മൾ ബാൽക്കണിയിലേക്കാണ് വരുന്നത്. ഏകദേശം 14 അടി നീളവും 3.5 അടിയിലേറെ വീതിയുമാണ് ഈ ബാൽക്കണിക്കുള്ളത്. ഇതാണ് ഈ വീടിൻ്റെ യൂട്ടിലിറ്റി സ്പേസ്. ഏകദേശം 10 അടി നീളവും 7.5 അടിയിലേറെ വീതിയുമാണ് ഈ യൂട്ടിലിറ്റി സ്പേസിനുള്ളത്. ഇവിടെയായിട്ട് വാഷിംഗ് മെഷീനുള്ള പോയിന്റ് നൽകിയിരിക്കുന്നു. ഇവിടെ നിന്നാണ് ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. ഈ യൂട്ടിലിറ്റി സ്പേസ് നമുക്ക് ഗസ്റ്റ് റൂമായിട്ടോ സ്റ്റഡി റൂമായിട്ടോ കൺവേർട്ട് ചെയ്യാവുന്നതാണ്. ബസ് സ്റ്റോപ്പിലേക്ക് 1 കിലോമീറ്റർ, ഇൻഫോ പാർക്കിലേക്ക് 11 കിലോമീറ്റർ, എടപ്പള്ളിയിലേക്ക് 13 കിലോമീറ്റർ, ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് 11 കിലോമീറ്റർ, കിൻഫ്രയിലേക്ക് 9 കിലോമീറ്റർ, രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 4 കിലോമീറ്റർ. ഇതാണ് ഈ വീട്ടിൽ നിന്നുള്ള ഡിസ്റ്റൻസ്. 3 സെന്റിൽ 1405 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമുകളുള്ള ഈ വീടിന് ബിൽഡർ ചോദിക്കുന്നത് 55 ലക്ഷം രൂപയാണ്. ഈ വില നെഗോഷ്യബിൾ ആണ്. ഈ വീടിന് ലോൺ ഫെസിലിറ്റിയും അവൈലബിൾ ആണ്. ഇതുപോലെയുള്ള മനോഹരമായ വീടുകൾ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ നമ്പർ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.